Hello guys, welcome back again. Hello guys, welcome back again. Here we are, Feliz and me. Today we came with a new challenge. ഇന്ന് ഞങ്ങൾ വരുന്നത് ഒരു പുതിയ ചാലഞ്ച് കൊണ്ടാണ്. പുതിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഫിലീസ് ഇവിടെ സ്വീഡനിലേക്ക് മൂവ് ആയിട്ട് 1 year ആയി. പക്ഷേ അവളിപ്പോൾ പ്രീ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു 6 monthോളായി. പക്ഷേ താങ്ക്സ്ഫുള്ളി അവൾ പെട്ടെന്ന് ഇവിടുത്തെ ലാംഗ്വേജ് ക്യാച്ച് ചെയ്ത് ഇപ്പോൾ അവൾ ഫ്ലുവൻ്റ് ആയിട്ട് സ്വീഡിഷ് സംസാരിക്കും. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ടെസ്റ്റ് സ്വീഡിഷ് ലാംഗ്വേജ് സ്കിൽ. സോ ഞാൻ ഇവിടെ കുറച്ച് വേർഡ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവൾക്കറിയാലോ ഇത് എന്തെന്ന്. സോ ഇംഗ്ലീഷിലും നമ്മളെ മലയാളത്തിലും. സോ ആ വേർഡ്സ് അവളെ ഞാൻ സ്വീഡിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വേണ്ടി പറയും. സോ അവൾക്ക് പറ്റുമോ ഇല്ലേന്നൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. So I think she's very good. She speak very good fluent Swedish. So I have really very courage. She will manage. So let's see. So let's start. Feliz, എന്തു പറയുന്നു? കോൺഫിഡൻ്റ് ആണോ? ഉച്ചത്തിൽ പറ. Yes. Kan du prata svenska? Ja. Är du säker? Ja. Okay. സോ ഗൈസ് മൈക്ക് കണക്ട് ചെയ്ത് ഞങ്ങൾ വോയിസ് കുറേ ലാസ്റ്റ് വീഡിയോയിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു മൈക്ക് സെറ്റ് വാങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും യൂട്യൂബ് തുടങ്ങിയതാണ്, കുറച്ചും കൂടി എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. വി വാണ്ട് ടു നിങ്ങൾക്ക് ഒരു നല്ലൊരു വോയിസ് ക്ലാരിറ്റി നൽകണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. സോ ഓഫ് കോഴ്സ് വി ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ടു make a good clarity and videos. സോ ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ ഫിലീസിനെ കൊണ്ട് സ്വീഡിഷ് സംസാരിക്കുക എന്നുള്ള ചാലഞ്ചാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹേയ് ഫിലീസ്, ഹ്യൂമർ ഡ്രോ allt är bra? Ja. So can you speak in Swedish? Ja. So ja means yes. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ. സോ ഫിലീസ് ലെസ് സ്റ്റാർട്ട്. സോ കുറച്ചും വേർഡ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചോദിക്കും. പിന്നെ അതുമല്ലാതെ ഞാനും അവളും തമ്മിൽ സ്വീഡിഷ് പിന്നെ കോൺവെർസേഷൻ ചെയ്ത് കാണിക്കാനും പറ്റും. ഓക്കെ ഫിലീസ്? സോ ഹലോ എന്ന് എങ്ങനെയാണ് സ്വീഡിഷിൽ പറയാറ്? യെസ്, ഹേയ് എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ് സ്വീഡിഷിൽ. പിന്നെ മലയാളം സുഖമാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കൽ? ഹ്യൂമർ ബ്രോ എന്ന് ചോദിക്കും, ഹൗ യു ഫീൽ, അല്ലെങ്കിൽ ആൾത്ത ബ്രോ എന്ന് ചോദിക്കുക. അത് നല്ലൊരു വേർഡാണ്. ഞാനും അത്യാവശ്യം സ്വീഡിഷ് സംസാരിക്കാൻ പറ്റും. വാട്ട് അബൌട്ട് ടുഡേ ഈസ് നൈസ് വെദർ? ഇdag är fint väder. Today is very nice weather. Did you eat? നീ കഴിച്ചോ എന്ന് എങ്ങനെയാണ് സ്വീഡിഷ് ചോദിക്കാറ്? ഓക്കെ. പിന്നെ നമ്മൾ പുറത്ത് പോവാം, ഷാൾ വി ഗോ ഔട്ട് എങ്ങനെയാണ് സ്വീഡിഷ് ചോദിക്കാറ്? Ska vi gå ut? Yes, you are right. So can you be my friend? അതെങ്ങനെയാണ് ചോദിക്കാറ്? Yeah, kompis or when. It's both same word. I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെങ്ങനെയാണ് സ്വീഡിഷിൽ പറയാറ്? യോ. like you എന്നെങ്ങനെയാണ് പറയാറ്? യോ. ഗൈസ് മോസ്റ്റ് ഓഫ് വേർഡ് അവൾ മാനേജ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഞാൻ കൂടുതൽ ചോദിക്കാം. യു ആർ വെരി സ്വീറ്റ്. Can you come with me? Kan du komma med mig? No. You are not kind. Du är inte snäll. ഓക്കെ ഗായ്സ്, സോ ഇത്ര വേർഡ്സ് അവൾ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ അവളോട് സ്വീഡിഷിൽ ഞങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ഹ്യൂമർ ബ്രോ, ഹ്യൂമർ ഡു ബ്രോ, allt är bra? Ja. So what do you do idag? Jag har leket, studerat. ഇന്ന് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറഞ്ഞതാണ് അവൾ, ഞാൻ കുറച്ച് കളിച്ച് പിന്നെ കുറച്ചും പഠിച്ചു, അതൊക്കെയാണ് അവൾ പറയാൻ പോകുന്നത്.
പിന്നെ ഞാൻ കൂടുതലൊന്നും മലയാളത്തിൽ പറയാം. ഇതിങ്ങനെ ഒരു ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ സ്വീഡിഷിൽ പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് സ്വീഡിഷ് വരുന്നു. സോ മലയാളത്തിൽ വേണ്ടിയിട്ട് തർജ്ജിമ ചെയ്യുന്നത് കുറച്ച് ടഫാണ്. പക്ഷേ ഐ വിൽ ട്രൈ അഗൈൻ. സോ ഗായ്സ്, ഞങ്ങൾ കൂടുതൽ സ്വീഡിഷിൽ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ഡസ് ഇറ്റ് ഗോസ്. ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. കാരണം ഞാൻ സ്വീഡിഷ് പറയുമ്പോൾ അവൾ സ്വീഡിഷ് പറയുന്നത്, അവൾ സ്വീഡിഷ് പറയുമ്പോൾ ഞാനും സ്വീഡിഷ് പറയുന്ന ഒരു മലയാളം ഒരു ടച്ച് കിട്ടുന്നില്ല എനിക്ക്. സോ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് രാവിലെ നീ എത്ര മണിക്ക് എഴുന്നേറ്റു എന്ന് എങ്ങനെയാണ് സ്വീഡിഷ് ചോദിക്കുന്നത്? Minuter du vaknat. Ja. När du vaknat. Guys, again, ഞങ്ങൾ തമ്മിൽ സ്വീഡിഷ് സംസാരിക്കുന്നു. Vad hände ute? Jag vet inte. Mycket händning. Ja. പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കര വോയിസ് ഒക്കെ പുറത്ത് കേൾക്കാൻ പറ്റുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ അവളോട് ചോദിച്ചത്. അപ്പോൾ അവൾ ഇങ്ങനെ ഓണിങ് മീൻസ് ഐ ഹാവ് നോ ഐഡിയ. സോ vilken tid vill du äta idag? 6 means 6 o'clock. So today 6 o'clock ഞങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നെ എന്തെങ്കിലും നീ സംസാരിക്കുന്നെങ്കിലും? Hur mår du? Ja, jag känner bra. Ja, bra. Så Kolla. ja, kolla means check. Kolla means check. നോക്കുന്നില്ല പറയുന്നില്ല, അതാണ് കൊല്ല എന്ന് പറയുന്നത്. പിന്നെ സ്വീഡിഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വേർഡ് പറയുന്നത് ലോഗോ എന്നാണ്. ലോഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഫുഡ് ഒരാൾ ഓഫർ ചെയ്താൽ നമ്മൾ മതി, ഫുള്ളായിട്ടാണ് വിശക്കുന്നില്ല, അപ്പോൾ ഒരു മതി ഒരു ഇനഫ് എന്നുള്ളൊരു ആ ഒരു കണ്ടീഷനാണ് ലോഗോ എന്ന് പറയുന്നത്. സ്വീഡിഷ് ഭയങ്കര ടഫ് ലാംഗ്വേജാണ്. പഠിക്കാനാണെങ്കിൽ ഭയങ്കര ടഫ് ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് എന്നെല്ലാം എഴുതുന്നത് ഇംഗ്ലീഷ് പോലെയാണെങ്കിലും പക്ഷേ സംസാരിക്കുന്ന ടൈമിൽ ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻറ്റ്. സ്വീഡിഷ് ഇംഗ്ലീഷായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെ വേർഡ്സും കാര്യമൊന്നും അങ്ങനെ വലിയ ബന്ധമില്ല. സോ ഫിലീസ് എന്നോടിപ്പോൾ ഇങ്ങനെ മിക്സായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു ഡിഫിക്കൽട്ട് വരുന്നത്. അവൾ കൂട്ടുകാരോടെല്ലാം സ്കൂളിലെല്ലാം അവൾ സ്വീഡിഷ് തന്നെയാണ് സംസാരിക്കാറ്. സോ vilken din ഫേവറേറ്റ് മോത്ത്? പാസ്ത. നിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് പാസ്തയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. സോ what do you göra på helgen? Jag leker. Du leker. What you do for your weekend എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ കളിക്കുന്നതാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, Jag går till förskolan. ഫോർ സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നു. വീക്ക് ഡേയ്സ് അവൾ സ്കൂളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. സോ du likte mycket utsidan? Ja. Ja. Jag leker med sand och vattnet. Yeah, she likes to play outside with water and mud and soil. That's her favorite things. But unfortunately ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെതർ ഭയങ്കര കോൾഡാണ്. വെതർ ഡൗൺ ആയെങ്കിൽ മാത്രമേ കുട്ടികളെ പുറത്ത് വിടാറുള്ളൂ. പക്ഷേ എന്ത് വെതർ ആയെങ്കിലും പിന്നെ 1 മണിക്കൂർ സ്കൂളിൽ പുറത്ത് കളിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമ്മളെ ബോഡിക്കുള്ള എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മഴയായാലും കാറ്റായാലും സ്നോ ആയാലും എന്ത് ക്ലൈമറ്റ് ആയാലും ഇവിടുത്തെ സ്കൂളിൽ 1 മണിക്കൂർ കുട്ടികൾ പുറത്ത് നിർബന്ധമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചെയ്തു പോകുന്നത്, നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇല്ല എന്നല്ല, നമുക്ക് പൊതുവേ നല്ലൊരു എക്സസൈസ് കിട്ടുന്നുണ്ട് പുറത്ത് കളിക്കാനും ആ ഒരു രീതിയിൽ. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് പുറത്ത് എപ്പോഴും കളിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാലും 1 മണിക്കൂർ മാക്സിമം അവർ ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ പിന്നെന്ത് ഫിലീസ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നാടിനെ കുറിച്ച് പറയൂ. നേർഡു ഊക്കത്തിൽ ഇന്ത്യ നാട്ടിലേക്ക് എപ്പോൾ പോകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ ഞങ്ങൾ കുഞ്ഞിക്ക് പാസ്പോർട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് പോകാൻ പറ്റുന്നതാണ് അവൾ പറയുന്നത്. സോ വാട്ട് എൽസ് ഫിലീസ്? du regnar idag? Nej. Lite kanske? ടുഡേ മഴ പെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ് ഇല്ല, കുറച്ചും സംടൈം. കൻസ്കെ എന്ന് പറഞ്ഞാൽ സംടൈമാണ്. സംടൈം കുറച്ച് മഴ പെയ്യുന്നുണ്ടോ എന്നാണ് അവൾ പറയുന്നത്.
Så är du känner är du glad idag? Ja, jag är glad. ഇന്ന് നീ ഹാപ്പി ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു യെസ് ഷീ ഈസ് വെരി ഹാപ്പി ടുഡേ. സോ vi varit inte ute idag. lite kallt ute. നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ടില്ല കാരണം ഇത് കുറച്ച് കോൾഡാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ സ്വീഡിഷ് ലാംഗ്വേജ് Du är bara på tisdag, onsdag, torsdag på utsidan. ഓൺലി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് അവൾ പുറത്ത് പോയി എന്നാണ് അവൾ പറഞ്ഞത്. അത് സ്വീഡിഷിൽ പറയുന്നത് എങ്ങനെയാണ്? വീക്ക് ഡേയ്സിനെ സ്വീഡിഷിൽ പറഞ്ഞത് മൺഡേ, tisdag, onsdag, torsdag, fredag, lördag, jag har skrivit സൺഡേ. സോ അതാണ് സ്വീഡിഷിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്താൽ söndag, måndag, tisdag, onsdag, torsdag, fredag, lördag. യോ. സോ അതാണ്. പിന്നെ നിനക്ക് സ്വീഡിഷിൽ 10 വരെ എണ്ണാൻ പറ്റുമോ? എത്ര വരെ എണ്ണാൻ പറ്റും? 10th വരെ എണ്ണി കാണിച്ചാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. പിന്നെ എന്ത് സ്വീഡിഷിൽ പറയാൻ പറ്റുന്ന മാക്സിമം അവൾ സംസാരിക്കുന്നുണ്ട് സ്വീഡിഷ്. അത് ABCD സെയിം ആണ്, പക്ഷെ ലാസ്റ്റ് ഒരു 3 അക്ഷരം എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രം. അവൾ വളരെ പെട്ടെന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് സ്വീഡിഷ് ലാംഗ്വേജ്. 2 മാസത്തിനുള്ളിൽ അവൾ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റും. പറഞ്ഞു A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z, O, A, E. OAO എന്ന് പറയുന്നത് സ്പെഷ്യൽ വേർഡാണ്. അതിന് എൻ്റെ മുകളിലേക്ക് 1 പുള്ളി, എൻ്റെ മുകളിലേക്ക് 2 പുള്ളി, ഓൻ്റെ മുകളിലേക്ക് 3 പുള്ളി. അതൊരു 3 വേർഡ് എക്സ്ട്രാ ആണ് ഇംഗ്ലീഷിനേക്കാളും. പക്ഷെ റൈറ്റ് എഴുതുന്നതൊക്കെ ഇംഗ്ലീഷ് സെയിം ആണ്, പക്ഷെ സംസാരിക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. ഇംഗ്ലീഷ് അങ്ങനെ കോമൺ വേർഡൊന്നും അങ്ങനെ ഇല്ല. സ്വീഡിഷ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ഇംഗ്ലീഷിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ അഡു ത്രോത്ത് ഇടോ? അഡു ത്രോത്ത് Lite rätt. ആർ യു ടയേർഡ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ് കുറച്ച് ടയേർഡാണ്. അഡു സൊംനി? Ja. ആർ യു സ്ലീപ്പി? നിങ്ങൾക്ക് സ്ലീപ്പിംഗ് അവൾക്ക് തോന്നി, അവൾ എനർജി ലെവൽ താഴോട്ട് പോയതുകൊണ്ട് നീ സ്ലീപ്പി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ക്യാൻഷ് യാസം മേ ബി എന്നാണ് അവൾ പറയുന്നത്. പിന്നെ വി മസ്റ്റ് ലോഗോ മോത്തിടോ? Ja. സോ വി ഹാവ് ടു പ്രിപ്പയർ ഫുഡ് ഡിന്നർ. ഇഫ്താറിൻ്റെ സമയമായിക്കൊണ്ട് വന്ന് അപ്പോൾ ഇഫ്താർ പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. വി മസ്റ്റ് ലോഗോ മോത്ത് എന്ന് പറഞ്ഞാൽ ഫുഡാണ്, ലോഗ എന്ന് പറഞ്ഞെങ്കിൽ കുക്കാണ്. സോ വി സെയിം ആണ്. ഓക്കെ. സോ അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. സോ ഞങ്ങൾ ഇനി കുറച്ചൊരു സ്വീഡിഷിൽ തന്നെ ഞങ്ങൾ കോമ്പസ് ചെയ്ത് നോക്കട്ടെ. ഹേ ഫിലേസ്. Hej. സോ ആർ ഡു ഗ്ലോഡ്? Ja. വാട്ട് വിൽ ഡു göra idag? Idag jag ska studera och jag ska läsa och jag ska... Ja, du studerar, lära mycket. Vad hände? Och sen jag ska leka. Lika också? Du lekte mycket. Du är inte så snäll mot din mamma. Ja. Jag älskar leka. Ja, du bara lika. Du inte läsa eller skriva. അവളോട് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം. അവൾ പറഞ്ഞാൽ എനിക്ക് കളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് നീ കളിക്കുന്ന മാത്രമാണ് നിനക്ക് എഴുതാനൊന്നും താല്പര്യമില്ല എന്നാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. അവൾ കുറച്ച് ദിവസമായി ഭയങ്കര ഉഴപ്പാണ്. പഠിക്കാനും എഴുതാനൊക്കെ പറഞ്ഞാൽ അവൾ ചെയ്യുന്നില്ല. അവൾ കുറച്ചും കുരുത്തക്കേട് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഞാനത് ശരിയാക്കി എടുക്കും അല്ല എന്ത് പറയുന്നു. സോ ഡു സോക്ന ഇന്ത്യ? Ja, jag saknar Rosie. I mean, do you miss India? എന്നാണ് അവളോട് ചോദിച്ചത്. Men jag missar min syster. Vad heter hon? Rosie. റൂസി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ഡോട്ടറാണ്. സോ അവളും തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ടുണ്ട്. അവൾ ഓൾവേസ് സേ ഷീ ഗോയിങ് ടു മിസ് റൂസി. സോ അവർ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ റൂസീനെ എപ്പോഴും അവൾ മിസ്സാണ്. എപ്പോഴും അവൾ പറയുന്നത് റൂസീനെ മിസ്സാണ്, എൻ്റെ സിസ്റ്റർ റൂസീനെ മിസ്സാണ്. സോ വെക്കേഷനിൽ പോയാൽ റൂസീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ പ്ലാൻ.
Så du ringde Rosie då? Nej. Ja, länge det. Du måste ringa Rosie ofta. Ja, men han har fått en bror. Okay. Rosie also a brother കിട്ടിയിട്ടുണ്ട്. So the both are busy with playing with their brother. She play with here and Rosie playing there. So ഇതാണ് സ്വീഡിഷ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പോയില്ല. സ്വീഡിഷ് ലാംഗ്വേജ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവൾ മാക്സിമം സംസാരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ചാലഞ്ച് എടുക്കുമ്പോൾ ഞാൻ എഴുതിയത് കുറേ കുറഞ്ഞു പോയി. അത്യാവശ്യം ഞാൻ എഴുതിയത് കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സ്വീഡിഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. സോ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. സോ ഈ ചാലഞ്ച് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ഞാനിതൊരു കൂടുതലൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഈ ചാലഞ്ച്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീഡിഷ് ലാംഗ്വേജിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ സ്വീഡിഷ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ വേർഡ് സ്വീഡിഷ് ലാംഗ്വേജിൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാനതിന് തീർച്ചയായും റീപ്ലൈ ചെയ്യുന്നതാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സൈൻ ഓഫ് നൗ. ഫെലീസ് ഈസ് ലിറ്റിൽ ബിറ്റ് ടയേർഡാണ്, അത്ര എനർജി ഇല്ല. സോ ഷീ ഗോയിങ് ടു റെസ്റ്റ് നൗ. സോ thank you for watching again. Please support as you did always. Support us, subscribe us, comment us, like us, share us. Yeah. So thank you for watching us. So we will come back again with the next vlog. Thank you. Bye bye. Take care. Love you all.